ഓക്കെ ഓക്കെ 2 മണിക്ക് ഓക്കെ. അസ്സലാമു അലൈക്കും. വെള്ളം കെട്ടിക്കിടക്കൂലേ, അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊക്കെ കഴുകി കൊടുത്ത് അവിടെ ഇരുത്തിയിരുന്നു. ഒരു 3 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ചില കിതാബുകളിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ മല ഇങ്ങനെ പിളർന്നു കൊടുത്തു എന്നാണ്. ആ അടയാളം പോലെ മുകളിലേക്ക് പിളർന്ന പോലെ കാണുന്നുണ്ടോ. പിന്നെ ശത്രുക്കളൊക്കെ പോയതിന് ശേഷം അവിടുന്ന് ഇറങ്ങി വന്ന് ആ സ്ഥലത്ത് ഇരുന്നിട്ടാണ് ലോഹറും ആസറും ഞങ്ങൾ നിസ്കരിച്ചത്. ഒരു രാത്രിയിൽ ലോഹർ നിസ്കരിച്ചായിട്ട് വരുന്നു. ആ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അതിപ്പോ പുതുക്കി ഇതൊക്കെ വെച്ച് ഒരു ഇതായിട്ട് കെട്ടിയതാണ്. പഴയ മോഡൽ പള്ളിയായിട്ട് ഇത് കെട്ടിയാണ്. മസ്ജിദുൽ ഫസഹ എന്നാണ് എന്റെ പേര്. മസ്ജിദുൽ ഫസഹ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും എന്നുള്ള ആയത്ത് ഇവിടെ അവതരിച്ചതാണെന്നൊരു അഭിപ്രായമുണ്ട്. ഒരു ഖീല സബൂനുസൂലിൽ കാണുന്നില്ല എങ്കിലും അങ്ങനെ ചില താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മസ്ജിദുൽ ഫസഹ എന്ന് പേര് വന്നതെന്ന് പറയുന്നുണ്ട്. അതിന്റെ ബോർഡ് വേണമെങ്കിലൊന്ന് ഫോട്ടോ എടുക്കും. അതിനകത്ത് ഇതിന്റെ ലൊക്കേഷനും. കാരണം ഈ ഒരു പ്രദേശത്ത് ഈ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ, നല്ല കിണർ മാത്രമേ ഉള്ളൂ നല്ല കുടിവെള്ളം കിട്ടുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കണം, കുടിവെള്ളം അല്ലേ, അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ്, അത് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞില്ല. സഹാബാക്കളോട് പറഞ്ഞു, ഈ കിണർ വാങ്ങി ആരെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ നാളെ സ്വർഗത്തിൽ ഇതേപോലെ ഒരു നീരുറവ അവർക്ക് കിട്ടുന്നതാണെന്ന് അവർ വാഗ്ദാനം പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾക്കെല്ലാം വലിയ ആഗ്രഹമായി ഇത് വാങ്ങിക്കൊടുക്കാൻ. സ്വർഗം ഉറപ്പാണല്ലോ, സ്വർഗത്തിൽ അത് കിട്ടുമെന്ന് പറഞ്ഞാൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ഈ വാർത്ത എത്തി. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പോയി യഹൂദിയുടെ അടുത്ത് പോയി സംസാരിച്ചു. കിണർ വിൽക്കുന്നോന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ വില പറഞ്ഞു. അപ്പോൾ അയാൾക്കൊരു ഇതുണ്ടായി, ലാലജ്. അപ്പോൾ എന്നാൽ ഈ കിണറൊട്ട് വിടാനും അയാൾക്ക് പറ്റുന്നില്ല, താല്പര്യമില്ല. അപ്പോൾ അയാളൊരു ഐഡിയ എടുത്ത് പകുതി കിണർ വിൽക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കോരാം, ഒരു ദിവസം ജൂതന് വെള്ളം കോരാം, ഇയാള് കോരാം. അപ്പൊ ഇയാൾ വിചാരിച്ച് ഇയാളുടെ ദിവസം വെള്ളം വിൽക്കുകയും ചെയ്യാന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വീഴത്തിന്റെ ദിവസം ഫ്രീ ആയിട്ട് എല്ലാവർക്കും തുറന്നു കൊടുത്തു. അങ്ങനെ നാളത്തേക്കുള്ള വെള്ളവും കൂടി ആളുകൾ കോരി സംഭരിച്ച് വെക്കുന്ന കാരണം ഇയാളുടെ ദിവസം വെള്ളം വാങ്ങാൻ ആളില്ലാതായി. അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ഈ പിന്നെ ബാക്കി കിണറും കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് തന്നെ വിറ്റു. വിലയ്ക്ക് തന്നെയാണ് വിറ്റത്. അന്നത്തെ 35,000 ദിർഹമിനാണ് ഈ മസ്റ ഉൾപ്പെടെ, ഈ ഇതുണ്ടല്ലോ ഈ തോട്ടം ഉൾപ്പെടെ അങ്ങുവരെ ഉണ്ട്, തോട്ടം ഉൾപ്പെടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങി. എന്നിട്ട് കുറച്ചുനാൾ ഇവിടെ വീട് വെച്ച് താമസിക്കുകയൊക്കെ ചെയ്തായിട്ട് വരുന്നുണ്ട്. ഈ റോമ എന്ന് പറയുന്ന ജൂതൻ പിന്നീട് മുസ്ലിം ആയതായിട്ടും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത് ഫുള്ളായിട്ട് വഖഫ് ചെയ്തു, പാവപ്പെട്ടവർക്ക് വേണ്ടി വഖഫ് ചെയ്തു. ഇസ്ലാമിലെ ഏറ്റവും വഖഫാണ്. അല്ല, ഇപ്പൊ ഇത് കെട്ടി പണി നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ പേരിലെ ഇൻഷാ അല്ലാഹ് 1-2 വർഷത്തിനേഷം ഇത് വിഷൻ 2030 പ്രോജക്റ്റിൽ പെട്ടതാണ്. ഇതിന്റെ വരുമാനത്തിൽ നിന്നാണ് അവിടെ ഒരു വഖഫ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറഞ്ഞ വലിയൊരു ബിൽഡിംഗ് മർക്കസിയയിലുണ്ട്. അതിന്റെ വരുമാനവും കൂടി ഇപ്പം ഇത് എല്ലാം കൂടെ ചേർത്ത് ഇവര് ഒരു വലിയ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ബാങ്കില്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തന്നെ. മരിച്ച ഒരാളുടെ അക്കൗണ്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രമായിരിക്കും. അതിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഇത്രയും ചെലവാക്കുന്നുണ്ടാവില്ല, മരിച്ചു കിടന്നിട്ട് ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പിന്നെ വ്ളോഗർ, ഒരു മലയാളി വ്ളോഗർ ഒരു 8 മാസം മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 വർഷമായെന്നോ തോന്നുന്നത്. അന്ന് 8,000 കോടിയാണ് ആ ബാങ്ക് ബാലൻസ്. രൂപ കേട്ടോ, നമ്മുടെ ഇന്ത്യൻ രൂപ. 800 കോടി റിയാൽ ഏകദേശം. ഇവിടെ ഈ സ്ഥലത്തിന് ഇപ്പം സബഅ മസാജിദ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് ഇവിടെ 7 പള്ളികൾ പണിത്. 6 പള്ളിയാണ് ഇവിടെ ഉള്ളത്. 7ാമത്തെ പള്ളി അപ്പുറത്തൊരു പള്ളി പണിതിട്ടുണ്ട്, എന്താണ് മസ്ജിദ് റായ എന്ന് പറഞ്ഞിട്ട്. അതാണോ ഇവിടെ മസ്ജിദ് ബനി ഹറാം ആണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണേലും 7 പള്ളി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് സബഅ മസാജിദ് എന്ന് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. ഇപ്പൊ ആ വേലി കെട്ടിയേക്കുന്നുണ്ടോ,
ഫുള്ള് ഇപ്പൊ അതെടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതമന മരങ്ങളും പള്ളി ഉണ്ട്, ജുമാ ഉണ്ട്. അതിന്റെ ഇടയ്ക്കൂടെ അപ്പുറത്ത് പോയാലും അതിന്റെ ഇടയ്ക്കൂടെ അങ്ങോട്ട് കയറാൻ പറ്റും. അവിടെ ജാബർ റളിയല്ലാഹുവിന്റെ വീടുണ്ട്. അതായത് ഇതിന്റെ ഒരു വലതുഭാഗത്താണ് ജാബർ റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നത്. കുറഞ്ഞ ഭക്ഷണം കൊണ്ട് 1500-ലധികം പേരെ ഭക്ഷിപ്പിച്ചല്ലേ അത്. അപ്പോൾ ജാബർ റളിയല്ലാഹുവിന്റെ മേങ്ങളുടെ ഈ വിശപ്പൊക്കെ കണ്ടിട്ട് തങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ പോയി നോക്കിയപ്പം കുറച്ച് ആട്ടമാവുണ്ട്, ഒരു ചെറിയ ആട്ടിൻകുട്ടിയുണ്ട്. അപ്പോൾ ആടിനെ അറുത്ത് കൊടുത്ത് വീട്ടിൽ പാചകം ചെയ്യാനെല്ലാം ഏർപ്പാടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് രഹസ്യമായിട്ട് ഒന്ന് പറഞ്ഞു, നബിയെ കുറച്ച് അങ്ങും കുറഞ്ഞ സഹാബാക്കളും കൂടെ വന്നാൽ കുറച്ച് ആഹാരം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. രഹസ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വരും, ജാബർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നു. ജാബർ റളിയല്ലാഹു പേടിച്ച് ഓടി വീട്ടിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വിളിച്ചോണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഭാര്യ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞില്ലേ ഇത്രയും ആഹാരം ഉള്ളെന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അത് പറഞ്ഞു. എന്നാൽ നബികളല്ലേ വിളിച്ചോണ്ട് വരുന്നത്, പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭാര്യ അങ്ങോട്ട് സമാധാനിപ്പിച്ചു. അപ്പൊ എന്താണേലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബർ റളിയല്ലാഹുവിനോട് പറഞ്ഞയച്ചു, ഞാൻ വന്നിട്ട് ചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു ഉമ്മനീരിട്ട് വർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു അതില്. എന്നിട്ട് മൂടി ഫുള്ള് തുറക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബാക്കളെ ഓരോ സംഘങ്ങളായിട്ട് ഇരുത്തി വിളമ്പി കൊടുത്തുകൊണ്ടേയിരുന്നു. റൊട്ടി ഇടാൻ ഒരു സ്ത്രീയും കൂടെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു സ്ത്രീകൾ ഇങ്ങനെ റൊട്ടി ചുട്ടുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടേയിരുന്നു. ജാബർ റളിയല്ലാഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബർ റളിയല്ലാഹു പറയുന്നുണ്ട്, അവസാനം ഞങ്ങൾ വീട്ടുകാർ കഴിക്കാനിരുന്ന് നോക്കുമ്പോൾ ഇന്ന ബുറുമത്തനാല തഖിത്തു കമാഹിയ, ഞങ്ങള് കൊടുക്കുമ്പോൾ ചട്ടിയിൽ ഇങ്ങനെ ഇറച്ചി തിളച്ചോണ്ടിരിക്കുകയാണ്. എത്രയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്, ഒട്ടും കുറയാതെ. അതുപോലെ തന്നെ പിന്നെ അജീനത്തനാല യുഹ്ബസ് കമാഹുവ, ഞങ്ങൾ കൊടുത്ത മാവ് അങ്ങനെ തന്നെ ഉണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ റൊട്ടി ചുട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങളും വയറ് നിറച്ച് കഴിച്ചു എന്ന് ജാബർ റളിയല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ സഹാബാക്കൾ കഴിച്ചു എന്നുള്ള റിവായത്തിൽ വ്യത്യസ്ത റിവായത്തുകൾ വരുന്നുണ്ട്. അതിന്റെ കാരണം സഹാബാക്കള് എണ്ണിയ ഓരോരുത്തർ കഴിച്ചു പോവല്ലേ, അപ്പം എണ്ണിയ അതിൽ വന്ന വ്യത്യാസമായിരിക്കാം. ഒരു സഹാബി 3000 പേര് വന്നതായിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു സഹാബി 1500 പേര്, ഏറ്റവും കുറഞ്ഞ റിവായത്തിൽ വരുന്ന 800 പേരാണ്. അപ്പൊ കുറഞ്ഞത് 800 പേരിലധികം കഴിച്ചിട്ടുണ്ട്. മസ്ജിദ് ഇതിപ്പോ മസ്ജിദ് ബനി ഹറാമാണ്. വെറും 10 താഴെ ആൾക്കാർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന ആഹാരം 1500 അതിലധികം ആൾക്കാർ കഴിച്ച മിനിമം 3000. അപ്പുറത്ത് പേരെഴുതിയിട്ടുണ്ട്, മസ്ജിദ് ബനി ഹറാം. 7ാമത്തെ പള്ളി ഇതാണെന്ന് ഒരു അഭിപ്രായമുണ്ട്. വീട് ഇപ്പൊ പള്ളിയായത്? അതെ അതെ, ഇപ്പൊ അല്ല, കുറെ നാൾ മുമ്പ് തന്നെ പള്ളിയായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൊട്ട് മുകളിൽ ഈ ആൾക്കാർ പോകുന്ന ഇറങ്ങുന്നുണ്ടോ, അവിടെ കയറുന്നുണ്ടോ? അല്ല, ഞങ്ങൾ വേണമെന്ന് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുബാശറത്തൻ തൊട്ട ഒരു തല ഇതായിരിക്കും. നിങ്ങളെ എവിടെങ്കിലും ഒന്ന് കേട്ടാൽ പോയാലോ, തീരെ മടിയാ റിയൽ ഫുഡി ഇറങ്ങുമ്പോ ജ്യൂസ് വേണമല്ലോ. ഓരോ ഗ്രൂപ്പിനും വീതിച്ചു കൊടുത്തു. 5.5 കിലോമീറ്ററോളം ജബൽ സിലാഹ് മുതൽ ഏകദേശം മുഹദിന്റെ അടുത്ത് വരെ ഉണ്ടായിരുന്നു. 5.5 കിലോമീറ്റർ, ഒരു റിപ്പോർട്ടിൽ 3 കിലോമീറ്ററാണ് പറയുന്നത്. ഏതാണേലും അത്രയും ദൂരം ഓരോ ഗ്രൂപ്പ് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും വീതിച്ചു കൊടുത്തു. അതായത് നിങ്ങളുടെ ആദ്യത്തെ ഗ്രൂപ്പ് ഇവിടം വരെ ഇവിടം വരെ, അടുത്ത ഗ്രൂപ്പ് അവിടം വരെ അങ്ങനെ വീതിച്ചു കൊടുത്താണ് കുഴിച്ചത്. 2 ആഴ്ച കൊണ്ട് ആ കിടങ്ങ് കുഴിച്ചു തീർന്നുള്ളതാണ്. അതുപോലെ കരിമ്പാറയൊക്കെ, പൊട്ടാത്ത പാറ ഞങ്ങൾ പൊട്ടിച്ചു കൊടുത്ത് മറ്റേ യമൻ വിജയിക്കുന്ന സംഭവമൊക്കെ പറയുന്ന ഓർമ്മയില്ലേ. അപ്പോൾ എന്നിട്ട് ഈ 2 ആഴ്ചക്കിടയിൽ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനില്ലാതെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചിറങ്ങി. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ ഊടുവഴികളിലും മലയിടുക്കുകളിലും ഞാൻ തങ്ങളെ അന്വേഷിച്ച് വന്ന് ഇവിടെ അവിടെ ഒരു ഗുഹയാണ്, ചെറിയൊരു ഗുഹ പോലെ പാറയുടെ ഒരു കാണാൻ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര അരിച്ചു പറക്കിയിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ട് അവിടെ വന്ന് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ ഇങ്ങനെ സുജൂദിൽ കിടക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കുറേ നേരം കാത്തിരുന്നു.
തല ഉയർത്തുന്നില്ല. അവസാനം ഹത്താ വരന്തു അന്നഹു കഥ കുബില സുജൂദിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഇത്രയും മനകാല സുജൂദിൽ കിടക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തല ഉയർത്തി. അപ്പം മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അങ്ങ് ഇവിടെ എന്തെടുക്കുകയായിരുന്നു, അങ്ങനെ കാണാതെ വിഷമിച്ച് അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ള ഫിക്കറിൽ ഞാൻ ഇരിക്കുകയായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നു ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ ഉമ്മത്തിൻ്റെ വിവരം പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം മടങ്ങി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞു. യസു അക്കഫി ഉമ്മത്തിക്ക് അബദ, നബിയെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും അങ്ങേ അള്ളാഹു ദുഃഖത്തിലാഴ്ത്തിയില്ലെന്ന് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു പറഞ്ഞു. അത് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തിൻ്റെ പേരിൽ ശുക്രിൻ്റെ സുജൂദിലായിട്ട് കിടന്നതാണ് അത്ര ദീർഘമായിട്ട്. ആ ഗുഹയാണ് അപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം ഏകാന്തനായി ഇവിടെ വന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ വേണ ഒരു സാധാരണ ഞങ്ങൾ ഇരുന്ന സ്ഥലവും പള്ളി നിസ്കരിച്ച സ്ഥലങ്ങളിലെ നിർമ്മാണമൊക്കെ നടന്നിട്ട് ഇതുണ്ടാവുമല്ലോ. ഇവിടെ മുബാസറത്തിൽ ഇതിനൊക്കെ ഞങ്ങൾ തൊട്ടിട്ടുണ്ടാവും. അതുകൊണ്ടല്ലോ